ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 CBSE ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ്. സോ എപ്പോഴത്തെ പോലെ തന്നെ നമ്മ ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിന്റ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ഇന്നും പഠിക്കാൻ പോണേ. ചാനൽ അതിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കും. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ്. ഇത് ക്ലാസ് 10 CBSE പൊളിറ്റിക്സിലെ ചാപ്റ്റർ ആണ്. ഇത് ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. നമ്മൾ ഫുൾ ഒന്ന് മനസ്സിലാക്കി ഫുൾ ബൈ ഹാർട്ടും ചെയ്യാൻ വേണം, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ആണ് പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ. പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ എന്താ? ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ. സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ എന്താണ്? ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു പാർട്ടിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിലൊന്നുമില്ല, ഇതിൽ ആകെ ഇത്തരം പറയണുള്ളൂ, ബോയ്സിനെയും ഗേൾസിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർ മനസ്സിലൊരു വിശ്വാസം വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് നമുക്ക് റീഡ് ചെയ്ത് അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ സോ ഇതിലെന്താ പറയാന്ന് വെച്ചാൽ ബോയ്സിനെയും ഗേൾസിനെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവർ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കിയാണ് ദാറ്റ് വുമന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വീട്ടു ജോലികൾ ചെയ്യുക, ചിൽഡ്രൻസിനെ ബ്രിങ് അപ്പ് ചെയ്യുക, അതെല്ലാമാണെന്ന് ഇങ്ങനെ ഒരു വിശ്വാസം വരുത്തിയാണ്. അതുകൊണ്ട് എന്താ ഇവരൊക്കെ വലുതാവുമ്പോഴും ഈ വീട്ടിലെ ജോലികളെല്ലാം വുമൻ ചെയ്യും, ആൻഡ് ഇപ്പോ വീടിന് പുറത്തുള്ള ജോലികളെല്ലാം മെൻ ചെയ്യും. അതിനർത്ഥം എന്താ, മെന്നിന് വീട്ടിലുള്ള ജോലി ചെയ്യാൻ പറ്റൂല എന്നല്ല, മെന്നും വീട്ടിലുള്ള ജോലികൾക്ക് ചെയ്യും ഇഫ് ദേ ആർ പെയ്ഡ്. ഇപ്പൊ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ കുക്സ് എല്ലാം ആരാ? മെജോറിറ്റി മെന്നാണ്. ആൻഡ് അതിനർത്ഥം എന്താ, ഇവർക്ക് ചെയ്യാൻ അറിയാനിട്ടല്ല, പക്ഷെ ഇവരുടെ മനസ്സിലൊരു വിശ്വാസമാണ് എന്ത്, വീട്ടുജോലികളെല്ലാം വുമനാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസം അവർ വളർത്തിക്കൊണ്ട് വരുമ്പോ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കി വെക്കും. അതിനെ പറ്റിയാണ് ഈ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിൽ നമ്മൾ പഠിക്കാൻ പോണേ. സോ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞേ, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ബ്രോട്ട് അപ്പ് ടു ബിലീവ് ദാറ്റ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൻ ഇസ് ഹൗസ് വർക്ക് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. കണ്ട, ഞാൻ പറഞ്ഞേ, അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവരൊരു വിശ്വാസം ഉണ്ടാക്കിയാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൻ ഇസ് ഹൗസ് വർക്ക് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. This is reflected in a sexual division of labor in most families. അപ്പൊ ഇതാണ് സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ ആയി മാറുന്നത്. ഇപ്പൊ in most of the families, women do all work inside the home, such as cooking, cleaning, washing clothes, tailoring, looking after children. ഇതെല്ലാം ഒരു വീട്ടിൽ ആരാ ചെയ്യണേ? വുമൻ ആണ് ചെയ്യണേ. And men do all the work outside the home. Men എന്താ ചെയ്യണേ? വീടിന് പുറത്തുള്ള എല്ലാ വർക്കും ചെയ്യണേ. It is not that men cannot do housework. ഇതിനർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇതിനർത്ഥം എന്താ, മെന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ പറ്റൂല എന്നല്ല. ദേ സിംപ്ലി തിങ്ക്, അവരുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ വുമൻ ടു അറ്റൻഡ് ദീസ് തിങ്സ്. കണ്ട, ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യങ്ങളല്ലേ. When these jobs are paid, men are ready to take up these work. Most tailors or cooks in hotel are men. Similarly, it is not that women do not work outside. പിന്നെ ഇതിനർത്ഥം വുമൻ വീടിന് പുറത്ത് വർക്ക് ചെയ്യൂല എന്നല്ല. ഇപ്പൊ റൂറൽ സൈഡിലായാലും വുമൻ ഇവിടെ ഈ ഫ്യൂൽ കളക്ട് ചെയ്യാനും, ഫ്യൂൽ എന്ന് പറയുമ്പോൾ വുഡ്സ് കളക്ട് ചെയ്യാനും, പിന്നെ അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ആണ്, ലൈക്ക് ഫീൽഡ്സിലെല്ലാം പോയി പണിയൊക്കെ എടുക്കുന്നുണ്ട്. അത് തന്നെ അർബൻ സൈഡിൽ വരുമ്പോൾ ഇൻ വില്ലേജ് വുമൻ ഫെച്ച് വാട്ടർ, കളക്ട് ഫ്യൂൽ ആൻഡ് വർക്ക് ഇൻ ദ ഫീൽഡ്. ഇനി അർബൻ ഏരിയാസിൽ വരുമ്പോ ഈ പുവർ ആയിട്ടുള്ള വുമൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവര് വേറെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ വീട്ടിൽ പോയി ഡൊമസ്റ്റിക് വർക്ക്സ് ചെയ്യും. വൈൽ അതിന്റെ ആ ടൈമിൽ എന്താ, ഈ മിഡിൽ ക്ലാസ് വീടുകളുള്ള വുമൻ ആണെങ്കിലോ അവര് പുറത്തു പോയി പണിയെടുക്കും. കണ്ടോ, in urban areas, poor women work as domestic helper in middle class homes, while middle class women work in offices. In fact, the majority of women do some sort of paid work in addition to domestic labor. In fact, എന്താ പറയാന്ന് വെച്ചാ ഇവിടെ വുമൻ വീട്ടിലുള്ള ജോലികളല്ലാണ്ടും അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ വർക്കും ചെയ്യുന്നുണ്ട് ഫോർ ഗെറ്റിംഗ് പേയ്മെന്റ്. ബട്ട് ദ വർക്ക് ഇസ് നോട്ട് വാല്യൂഡ് ആൻഡ് ഡസ് നോട്ട് ഗെറ്റ് റെക്കഗ്നീഷൻ. പക്ഷെ അവരുടെ വർക്കിന് ഒരു വാല്യൂ അവർക്ക് കിട്ടേണ്ട ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല. ഈ ഒരു ദ റിസൾട്ട് ഓഫ് ദിസ് ഡിവിഷൻ ഓഫ് ലേബർ ഇസ് ദാറ്റ് ഓൾദോ വുമൻ കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഓൾദോ വുമൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഹാഫ് ഓഫ് ദി ഹ്യൂമാനിറ്റിയിൽ ഹാഫും വുമൻ ആണ്. പക്ഷേ ദർ റോൾ ഇൻ പബ്ലിക് ലൈഫ്, എസ്പെഷ്യലി ഇൻ പൊളിറ്റിക്സ്, അവരുടെ പബ്ലിക് ലൈഫ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സിലാണ് മെയിൻ ആയിട്ട്, ഇസ് മിനിമൽ. അവരുടെ റോൾ ഭയങ്കര മിനിമൽ ആണ്. In most societies, earlier only men were allowed to participate in public affairs, vote and contest. നേരത്തെയൊക്കെ ഈ മെന്നിനാർന്ന എന്താ അലൗഡ് പബ്ലിക് അഫയേഴ്സിലോട്ട് ഇൻവോൾവ് ആവാനും വോട്ട് ചെയ്യാനും കോntest ചെയ്യാനും, ഇതെല്ലാം മെൻ ആർന്ന അലൗഡ്. ഗ്രാജുവലി ദ ജെൻഡർ ഇഷ്യൂ വാസ് റേസ് ഇൻ പൊളിറ്റിക്സ്. പയ്യെ ഈ ഒരു ജെൻഡർ ഇഷ്യൂ പൊളിറ്റിക്സിൽ റേസ് ചെയ്ത് വന്നു. വുമൻ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഓർഗനൈസ്ഡ് ആജിറ്റേറ്റഡ് ഫോർ ഈക്വൽ റൈറ്റ്സ്. സോ വേൾഡിൽ പല ഭാഗത്തുള്ള വുമൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവര് പല സ്ട്രൈക്സും പിന്നെ ആജിറ്റേഷൻസ് എല്ലാം നടത്തി ഫോർ ഈക്വൽ റൈറ്റ്.
There were agitations in different countries for the extension of voting right to women. So voting right to women കിട്ടാൻ വേണ്ടി എന്താ പല കൺട്രീസിലും agitations ഉണ്ടായി. These agitations demanded enhancing the political and legal status of women and improving their education and career opportunities. So ഈ ഒരു agitationന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ enhancing the political and legal status of women. വുമന്റെ എന്താ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയാലും പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് ആയാലും അത് ഇംപ്രൂവ് ചെയ്യാൻ, അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരുടെ മെയിൻ അജിറ്റേഷൻസ് എല്ലാം. More radical women's movement aimed at equality in personal and family life as well. These movements are called feminist movements. കണ്ട, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ്, ഈ ഒരു മൂവ്മെന്റ്സ് ഇവരുടെ റൈറ്റ്സിന് വേണ്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടി, പിന്നെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടാൻ വേണ്ടി, ഇവർക്ക് ഇവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഓരോ അജിറ്റേഷൻസ്, ഓരോ മൂവ്മെന്റ്സ് എല്ലാം നടത്തി. ആ ഓരോ മൂവ്മെന്റ്സിനായാലും ആ ഒരു അജിറ്റേഷൻസ്, ഈ ഒരു മൂവ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഫെമിനിസ്റ്റ്? ഫെമിനിസ്റ്റ് നമുക്ക് പലർക്കും പല ഐഡിയാസ് ആണ്. ലൈക്ക് ചിലവർ പറയും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വുമന് മാത്രം പവർ കിട്ടുന്നതാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചിലവർ പറയും ഈക്വൽ റൈറ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏത് ശരിക്കും ഫെമിനിസ്റ്റ്? സോ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഹു തിങ്സ് ദാറ്റ് വുമൻ ആയാലും മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവർക്ക് ഈക്വൽ ചാൻസസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം, അവർ ഈക്വൽ ആയിരിക്കാം. അങ്ങനെ ആര് തിങ്ക് ചെയ്യണം അവരൊരു ഫെമിനിസ്റ്റ് ആണ്. അതാണ് ഫെമിനിസ്റ്റ്. ഇനി ഈ വുമൻ എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അത് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ട ഇപ്പൊ നമ്മൾ വിചാരിക്കും കുറെയൊക്കെ ചേഞ്ച് ആയെന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും ഇപ്പോഴും ഫേസ് ചെയ്യേണ്ട ഡിസ്ക്രിമിനേഷൻസ്, ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് നോക്കാം. The literacy rate among women is only 54% compared with 76% among men. കട ലിറ്ററസി റേറ്റ് തന്നെ ഉണ്ടോ? വുമൻ ആകെ 54% ഉള്ളു ലിറ്ററസി റേറ്റ്, while men have 76% ലിറ്ററസി റേറ്റ്. കണ്ട, വുമൻ എത്രയുണ്ട്? 54%, while men have 76%. കണ്ട, ലിറ്ററസി റേറ്റിൽ തന്നെ അവർക്ക് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. സിമിലർലി എ സ്മോളർ പ്രൊപ്പോർഷൻ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നത്, അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഗേൾസിന് ചിലപ്പോ നമ്മളെക്കാളും കൂടുതൽ മാർക്സ് അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ സ്പോർട്സിലാണെങ്കിൽ മെജോറിറ്റി ബോയ്സിന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷെ എത്ര നന്നായിട്ടും ഗേള് പഠിച്ചാലും ഈ ഫാമിലീസിന് എന്താ, അവർക്ക് അവരുടെ മെയിൽ ചൈൽഡിന് വേണ്ടി ഫണ്ട് യൂസ് ചെയ്യാൻ, അല്ലെ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. Okay, similarly, a smaller proportion of girl students go for higher studies because parents prefer to spend their resources for their boys' education rather than spending equally on sons and daughters. ഇവർ എത്ര നന്നായിട്ട് പഠിച്ചാലും, ലൈക്ക് എല്ലാവരും അല്ല, എന്നാലും എത്ര നന്നായിട്ട് പഠിച്ചാലും ഇവർക്ക് എല്ലാവർക്കും ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടൂല. കാരണം അവരുടെ ഫാമിലീസിന് തന്നെ അവരുടെ മെയിൽ ചൈൽഡ്സിന് വേണ്ടി അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്യാനാണ് അവർക്ക് ഇൻട്രസ്റ്റ്, rather than bringing equality on their sons and daughters. ഇവരുടെ ഇടയിൽ ഒരു ഇക്വാലിറ്റി ഇതിനേക്കാളും ഇവർ ചെയ്യുന്നത് എന്താ, ഇവരുടെ സൺസിന് വേണ്ടിയാണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. The proportion of women among the highly paid and valued job is still very, അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് കൂടി ചില ലിറ്ററസി റേറ്റ്. സെക്കൻഡ് പോയിന്റ് എന്താ, proportion of women among highly paid and valued job is still very small. ഹൈ സാലറീസ് ആയിട്ടാണ് ജോബ്സ് ആയാലും അതിലിപ്പോഴും വുമൻസിന്റെ എന്താ പ്രൊപ്പോർഷൻ ഭയങ്കര കുറവാണ്. ഓൺ ആൻ ആവറേജ് ആൻ ഇന്ത്യൻ വുമൻ വർക്ക്സ് 1 hour more than an average man every day. ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഒരു മാനിനേക്കാളും 1 മണിക്കൂർ കൂടുതൽ വുമൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് മെൻസിനേക്കാളും എന്താ കുറവ് സാലറി അല്ലെങ്കിൽ കുറവ് വേജസ് ഒക്കെ കിട്ടണുള്ളൂ. മച്ച് ഓഫ് എ വർക്ക് ഇസ് നോട്ട് പെയ്ഡ് ആൻഡ് ദെയർഫോർ ഓഫൺ നോട്ട് വാല്യൂഡ്. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ലിറ്ററസി റേറ്റ്, സെക്കൻഡ് പോയിന്റ് എന്താ, ഹൈലി പെയ്ഡിൽ അവർക്ക് അധികം പ്രൊപ്പോർഷൻ ഇല്ല. അവരും മെന്നേക്കാളും കൂടുതൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് മെന്നേക്കാളും സാലറി അല്ലെങ്കിൽ വേജ് കുറവായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്താ, അവർക്ക് വലിയ വാല്യൂ ഇല്ല. അടുത്ത പോയിന്റ് ആണ് ദി ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഇതായിട്ടൊരു കണക്ഷൻ വന്നേക്കുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ എന്താ, വുമൻ കൂടുതൽ വർക്ക് ചെയ്താലും അവർക്ക് എന്താ, അവർക്ക് ആ ഒരു വാല്യൂ, അവർക്ക് ആ കിട്ടേണ്ട സാലറി അതൊന്നും കിട്ടണില്ല.
സോ അതിനുവേണ്ടി എന്താ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 പ്രൊവൈഡ്സ് ദാറ്റ് ഈക്വൽ വേജസ് ഷുഡ് ബി പെയ്ഡ് ടു ഈക്വൽ വർക്ക്. ഇപ്പൊ ഒരു മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഈക്വൽ ജോബാണ്. ഇപ്പൊ ഞാനായാലും വേറൊരു ഗേൾ ആയാലും ഇപ്പൊ ഞങ്ങളുടെ ജോബ് എന്ന് വെച്ചാൽ ഒരു ഫിലിമിലാന്ന് വിചാരിച്ചു. ഫിലിമില് ഒരേ ഫിലിം ഒരേ ജോബാണ് ഇവർ ചെയ്യണത്. ഒരേ ഫിലിം എന്നല്ല, ഒരേ ജോബാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് എന്താ ഈക്വൽ റെമ്യൂണറേഷൻ കിട്ടണം. എനിക്ക് കിട്ടണത് അതേപോലെ തന്നെ സാലറി റെമ്യൂണറേഷൻ ആണ് ആർക്ക് കിട്ടേണ്ടത്? എന്റെ കൂടെ വർക്ക് ചെയ്യണ ഇപ്പൊ ഫീമെയിലിന്. However, in almost all areas of work, from sports and cinema to factories and fields, women are paid less than men, even when both do exactly the same work. കണ്ടോ? ഇപ്പൊ സ്പോർട്സിലായാലും സിനിമയിലായാലും ഫാക്ടറീസിലായാലും ഫീൽഡ്സിലായാലും women are paid less than men, even when both do exactly അവർ സെയിം വർക്ക് ചെയ്താലും എന്താ ഇവർക്ക് മെന്നെക്കാളും കുറവ് സാലറിയാണ് കിട്ടുന്നത്. In many parts of India, parents prefer to have sons and find ways to have the girl child aborted before she is born. In many parts of India, ഇന്ത്യയിൽ തന്നെ കുറെ പാർട്സിൽ ഈ പാരന്റ്സിന് എന്താ മെയിൽ സൺസ് മെയിൽ ചിൽഡ്രൻ കിട്ടാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ആൻഡ് ഫൈൻ വേസ്റ്റ് അവരപ്പം എന്താണ് ഈ ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒഴിവാക്കാൻ അബോർട്ടൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്താ സച്ച് സെലക്റ്റീവ് അബോർഷൻ ലെഡ് ടു ഡിക്ലൈൻ ഇൻ ചൈൽഡ് സെക്സ് റേഷ്യോ number of girl children per 1,000 boys in the country to merely 919. കണ്ടോ? മെനി പാർട്സ് ഓഫ് ഇന്ത്യയില് എന്താ ഈ പാരന്റ്സിന് മെയിൽ ചൈൽഡിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. സോ ഇവര് ഫീമെയിൽ ചൈൽഡ് എന്ന് കാണുമ്പോൾ ഇവർ അബോർഷൻ നടത്തുകയാണ്. അതുകൊണ്ട് എന്താ ഒരു സെക്സ് സെലക്റ്റീവ് അബോർഷൻ ആണ് ഈ നടക്കുന്നത്. അതുകൊണ്ടുണ്ടായ റിസൾട്ട് എന്താന്ന് വെച്ചാൽ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ദ കൺട്രി എന്തായി 919 മാറി. അത്രയും ഡിക്ലൈൻ ആയി മാറി. അടുത്താണ് നമ്മുടെ വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. അതിന് മുമ്പ് നമുക്ക് എല്ലാ പോയിന്റ്സ് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. അപ്പൊ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഫേസ്ഡ് ബൈ വുമൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ 4 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഏതാ? ഫസ്റ്റ് വൺ ലിറ്ററസി, സെക്കൻഡ് വൺ അവരുടെ പ്രൊപ്പോർഷൻ ഇൻ ഹൈലി പെയ്ഡ് ജോബ്സ്, അത് എഴുതണം. തേർഡ് വൺ ഈ സെക്കൻഡ് വണ്ണിൽ തന്നെ കണക്ട് ചെയ്തിട്ട് എന്താ വന്നേ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, ആ ഒരു ആക്ടിനെ പറ്റി എഴുതാം. ഫോർത്ത് വൺ ആണ് എന്ത് സെക്സ് സെലക്റ്റീവ് അബോർഷൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി, അതെല്ലാം ക്ലിയർ ആയിട്ടില്ലേ? ജസ്റ്റ് ഇത് ഒരാഴ്ചയും കേട്ടിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ടെക്സ്റ്റ് എക്സാക്ട് പോയിന്റ്സ് ആണ്, ഒരു ഡിഫറൻസും ഇല്ല. വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഓൾ ദിസ് ഇസ് വെൽ നോൺ, യെറ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൻസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം വുമൻ എങ്ങനത്തെ ടൈപ്പ് ഡിസഡ്വാൻറ്റേജസും ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഫേസ് ഉണ്ടെന്നെല്ലാം നമുക്ക് അറിയാം. പക്ഷെ എന്നാൽ ഇവർക്ക് കിട്ടേണ്ട ഒരു അഡിക്വേറ്റ് അറ്റൻഷൻ ഇവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എന്താ ഈ വുമന് മനസ്സിലായി ദാറ്റ് ഇവർക്ക് കിട്ടേണ്ട അഡിക്വേറ്റ് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇവർ സ്വന്തം പവറിൽ വരണം എന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഓൾ ദിസ് ഇസ് വെൽ നോൺ, യെറ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൻസ് വെൽബീയിങ് ഓർ അതർവൈസ് ആർ നോട്ട് ഗിവൺ അഡിക്വേറ്റ് അറ്റൻഷൻ. This has led many feminist and women's movements to the conclusion that unless women control power, their problems will not get adequate attention. കണ്ട, അവർ സ്വന്തം പവറിൽ വരാണ്ട് അവരുടെ പ്രോബ്ലംസിന് അഡിക്വേറ്റ് അറ്റൻഷൻ കിട്ടൂല എന്ന് അവർക്ക് മനസ്സിലായി. സോ വൺ വേ ടു എൻഷുർ ദിസ് ഇസ് ടു ഹാവ് മോർ വുമൻ ആസ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ എന്താ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇവരെന്ത് തീരുമാനിച്ച് വൺ വേ ടു എൻഷുർ ഇസ് ടു ഹാവ് മോർ വുമൻ ആസ് ഇലക്ടീവ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കൂടുതൽ വുമൻ വേണം. ഇൻ ഇന്ത്യ the proportion of women in legislature has been very low. For example, the percentage of elected women ഇന്ത്യയില് ഇപ്പൊ നമ്മുടെ ലെജിസ്ലേച്ചറിലൊക്കെ ഈ വുമൻസിന്റെ പ്രൊപ്പോർഷൻ ഭയങ്കര ലോ ആണ്. നമ്മുടെ ലോക്സഭയിലാണെങ്കിൽ തന്നെ ഹാസ് ടച്ച് 14.36% of its total strength for the first time in 2019. കണ്ട, 14.36 ആണ് 2019 ഉണ്ടായത്. Their share in the state assembly is less than 5%. ലോക്സഭയിലാകെ 14.36% ഉള്ളൂ. ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസിലോട്ട് വരുമ്പോൾ അതിനേക്കാളും കുറവാണ്, 5%-നേക്കാളും കുറവാണ്. In the government cabinets are largely all male even when a woman becomes the chief minister or prime. ഇപ്പൊ ഒരു വുമൺ ആണ് ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയെങ്കിൽ എന്നാലും അവരുടെ ക്യാബിനറ്റ്സിലും ലാർജ്ലി മെയിൽസ് ആയിരിക്കും. One way to solve this problem is to make it legally binding to have a fair proportion of women in the elected bodies. So ഇവർക്ക് മനസ്സിലായി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ലീഗലി ബൈൻഡിങ് ആക്കണം എന്ത് ടു ഹാവ് ഫെയർ പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ഇൻ ദ ഇലക്ടഡ് ബോഡീസ്. ദിസ് ഇസ് വാട്ട് പഞ്ചായത്ത് രാജ് ഹാസ് ഡൺ ഇൻ ഇന്ത്യ.
സോ ഇതാണ് പഞ്ചായത്ത് രാജ് ചെയ്തേക്കുന്നത്. 1/3 of seats in local government bodies in panchayats and municipalities are now reserved for women. So 1/3 of the seat in local government bodies, local government body ഇപ്പൊ പഞ്ചായത്തിലായാലും ലോക്കൽ ഗവൺമെന്റ് ബോഡീസിലെല്ലാം എന്താ 1/3 seats ആർക്ക് reserved for women. Now there are more than 10 lakh elected women represented in rural and urban law. അതുകൊണ്ട് എന്തുണ്ടായി, ഇപ്പൊ 10 lakhs കൂടുതൽ elected women representatives ഉണ്ട് in rural and urban local bodies. കണ്ടോ? അപ്പൊ ഈ ഒരു പാർട്ടിയിൽ എന്തൊക്കെ നമ്മൾ പഠിച്ച് വുമൻസിന് മനസ്സിലായി, അവർക്ക് അറ്റൻഷൻ കിട്ടണേ, അവർ സ്വന്തം പവറിലേക്ക് വരണം എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരോ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങി. ആൻഡ് നമ്മൾ ലോക്സഭയിൽ ഇവരെന്തോരം ഉണ്ട്, ഇപ്പൊ ഇവരുടെ പ്രൊപ്പോഷൻ പഠിച്ച്, സ്റ്റേറ്റ് അസംബ്ലീസിൽ എന്തോരം ഉണ്ട്, അതെല്ലാം പഠിച്ച് പിന്നെ ഇതിനു വേണ്ടി എന്താ ചെയ്തേ, പഞ്ചായത്ത് രാജ് 1/3 സീറ്റ്സ് ഇവർക്ക് ആർക്ക് വേണ്ടി റിസർവ് ചെയ്ത്, വുമൻസിന് വേണ്ടി റിസർവ് ചെയ്ത്. അതുകൊണ്ട് എന്താ മോർ ദാൻ 10 lakh elected women representatives ഉണ്ട് ഇപ്പൊ ഇൻ റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡീസ്. അടുത്താണ് അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് വുമൻസ് ഓർഗനൈസേഷൻ ആൻഡ് ആക്ടിവിസ്റ്റ് ഹാഡ് ബീൻ ഡിമാൻഡ്. അപ്പൊ പഞ്ചായത്ത് രാജ് കിട്ടിയ റിസർവേഷൻ പോലെ തന്നെ ഇവര് വേറെ റിസർവേഷനും ഡിമാൻഡ് ചെയ്തു ഫോർ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ. ലോക്സഭയിലും 1/3 സീറ്റ്സ് കിട്ടണമെന്ന് ഡിമാൻഡ് ചെയ്തു. എവിടെ? ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഫോർ വുമൻ. A bill with this proposal was pending before the parliament for many. ഇത് പ്രപ്പോസ് ചെയ്തിട്ടൊരു ബില്ല് കുറെ നാളായിട്ട് ഫോർ മെനി ഡീക്കേഡ്സ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തതാണ്. പക്ഷെ ഇൻ 2023 നാരി ശക്തി വന്ദൻ അധിനിയം വുമൻസ് റിസർവേഷൻ ആക്ട് 2023 ഹാസ് ബീൻ പാസ്ഡ് വിച്ച് വിൽ ഗിവ് 33% ഓഫ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വുമൻ ഇൻ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഓൾസോ ഡൽഹി അസംബ്ലി. ഈ ഡൽഹി അസംബ്ലി പറയണ്ട, പക്ഷെ ഈ ഒരു പാർട്ട് പറയണം. കാരണം വുമൻസിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടേ, പഞ്ചായത്ത് രാജിൽ 1/3 സീറ്റ്സ് കൊടുത്ത്, പിന്നെ വുമൻസിന് വേണ്ടി ഇവരുടെ ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്തു ഇവർക്ക് ലോക്സഭയിലും രാജ്യസഭ സ്റ്റേറ്റ് അസംബ്ലീസിലായാലും ഇവർക്ക് സീറ്റ്സ് റിസർവ്ഡ് ആയിരിക്കണം എന്ന് ഇവര് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ അവസാനം 2023 വന്ന വുമൻസ് റിസർവേഷൻ ആക്ടിൽ കൂടെ എന്താ ലോക്സഭയിൽ ഇവർക്ക് 33% സീറ്റ്സ് റിസർവ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു പാർട്ടും കഴിഞ്ഞു. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ നെയിം. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് ടോപ്പിക് ആണ് പബ്ലിക് പ്രൈവറ്റ് ഡിവിഷൻ. ഇത് നമ്മൾ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റി പഠിച്ച് ഭയങ്കര ഈസി ആണെന്ന് ബോയ്സിനെ കളിച്ച് വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വുമൻസ് എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് ഇപ്പോഴും നമുക്കിതെല്ലാം അറിയാം, എന്നാലും ഡിസഡ്വാൻറ്റേജസ് ഇപ്പോഴും വുമൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ വുമൻ ഫേസ് ചെയ്യുന്ന ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്താന്ന് ക്വസ്റ്റ്യൻ വരും. ദ ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിസ്ക്രിമിനേഷൻ ഫേസ് ബൈ വുമൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ, ഈ 4 പോയിന്റ്സ് എഴുതണം. എന്തൊക്കെ? ലിറ്ററസി റേറ്റ്, പ്രൊപ്പോർഷൻ ഓഫ് വുമൻ അമംഗ് ഹൈലി പെയ്ഡ് ജോബ്സ്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, പിന്നെ ഇൻ മെനി ചൈൽഡ് സെക്സ് റേഷ്യോ, അതെല്ലാം പറയണം. പിന്നെ ഇതിനു വേണ്ടി ഇവരെന്താ ചെയ്തത്, വുമൻസ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഇവരെന്തൊക്കെ ചെയ്ത്, ഇവരെന്തൊക്കെ ഡിമാൻഡ് ചെയ്ത്, ഇതെല്ലാം പറയണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഭയങ്കര ഈസി അല്ലേ? ഈ ഒരു പാർട്ട് കണ്ടിട്ട് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. ഓക്കെ.